നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പുകഴ്ത്തലും പരിഹാസവും. നോട്ട് നിരോധനത്തിൽ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തി ഉമ്മൻചാണ്ടി. തീരുമാനം കൊണ്ട് രാജ്യത്തിന് എന്തൊക്കെ പ്രയോജനമുണ്ടായെന്ന് മോദി പറയാത്തത് പദ്ധതി പരാജയപ്പെട്ടതിന് തെളിവ്. സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും വിശ്വാസത്തിലെടുക്കാതെയായിരുന്നു നോട്ട് നിരോധനമെന്നും മുൻ മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയ പ്രഖ്യാപനങ്ങൾ കാണിക്കുന്നത് സാധാരണക്കാരോടുള്ള BJPയുടെ പ്രതിബദ്ധതയെന്ന് കുമ്മനം രാജശേഖരൻ. പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും വേണ്ടിയുള്ള പദ്ധതികൾ സാമ്പത്തിക പരിഷ്കരണം വൻകിടക്കാർക്ക് വേണ്ടിയുള്ളതെന്ന ആക്ഷേപത്തിന് മറുപടിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. തീരാതെ യാദവ യുദ്ധം. ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയിലെ അധികാര തർക്കം പുതിയ വഴിത്തിരിവിൽ. ലക്നൌവിൽ ഇന്ന് വിളിച്ചു ചേർത്ത പാർട്ടി ദേശീയ കൺവെൻഷനിൽ അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ച് രാംഗോപാൽ യാദവ്. തീരുമാനത്തെ തുടർന്ന് രാംഗോപാലിനെ പാർട്ടിയിൽ നിന്ന് വീണ്ടും പുറത്താക്കി മുലായത്തിന്റെ പ്രതിഷേധം. പുതിയ അധ്യക്ഷ നീക്കം. ദേശീയ പ്രസിഡന്റായി മുലായ് സിംഗ് പദവിയിൽ തുടരുന്നതിനിടെ രാംഗോപാൽ യാദവിന്റെ നടപടി ഭരണഘടനാ ലംഘനവും ചട്ടവിരുദ്ധവുമെന്ന മുലായം. ഇന്ന് ചേർന്ന ദേശീയ കൺവെൻഷന് ബദലായി വ്യാഴാഴ്ച പ്രത്യേക സമ്മേളനം വിളിക്കാനും തീരുമാനം. അതേസമയം രാവിലെ നടന്ന ദേശീയ കൺവെൻഷനിൽ മുലായത്തിന്റെ അടുപ്പക്കാരായ ശിവ്പാൽ യാദവിനെയും അമർ സിംഗിനെയും പുറത്താക്കാൻ ശുപാർശ. പാർട്ടിയിലെ ഉപജാപകർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അച്ഛനുമായി പ്രശ്നങ്ങളില്ലെന്നും യോഗത്തിൽ അഖിലേഷ് യാദവ്. നോട്ടില്ലാതെ നവവർഷം. രൂക്ഷമായ കറൻസി ക്ഷാമവുമായി രാജ്യം പുതുവർഷത്തിലേക്ക്. നോട്ട് നിരോധനം 50 ദിവസം കഴിഞ്ഞിട്ടും കറൻസി ക്ഷാമത്തിന് പരിഹാരമായില്ല. ജനങ്ങളെ വലച്ച് 70% ATMകളും ഇപ്പോഴും കാലി. പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി ജീവനക്കാരുടെ ശമ്പള പെൻഷൻ വിതരണവും. സർക്കാർ ആവശ്യപ്പെട്ട 1400 കോടി രൂപ ലഭ്യമാക്കാനാകില്ലെന്ന് RBI. വേണ്ടത്ര തുക ലഭിക്കാതെ വന്നാൽ ശമ്പള പെൻഷൻ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് ധനവകുപ്പ്. നിലവിൽ കൂടുതലായി ലഭ്യമാകുന്ന 2000 രൂപ നോട്ട് ചില്ലറ ക്ഷാമത്തെ തുടർന്ന് പലയിടത്തും സ്വീകരിക്കുന്നില്ലെന്നും പരാതി. അതേസമയം ശമ്പള പ്രതിസന്ധി മൂർച്ഛിച്ച KSRTCയിൽ വീണ്ടും പണിമുടക്കിന് ഡബിൾ ബെൽ. DA കുടിശ്ശിക നൽകേണ്ടെന്ന മാനേജ്മെന്റ് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച മുതൽ ഭരണ പ്രതിപക്ഷ യൂണിയനുകളുടെ സമരം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ശമ്പള പെൻഷൻ വിതരണം വൈകുമെന്ന മുൻകൂർ ജാമ്യവുമായി മന്ത്രി AK ശശീന്ദ്രൻ. പലിശയിൽ ആശ്വാസം. സംസ്ഥാനം കൂടുതൽ കറൻസി പ്രതിസന്ധിയിലേക്ക് നീങ്ങവേ അടിസ്ഥാന വായ്പാ പലിശ നിരക്കുകൾ 0.9% കുറച്ച് SBI. നടപടി നോട്ട് നിരോധനത്തിന് ശേഷം ബാങ്കുകളിൽ നിക്ഷേപം വർദ്ധിച്ച സാഹചര്യത്തിൽ. അടിസ്ഥാന വായ്പകൾക്ക് ഇനി മുതൽ 8% പലിശ. SBIക്ക് പിന്നാലെ പലിശയിൽ ഇളവ് വരുത്തി യൂണിയൻ ബാങ്കും. കൂടുതൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നും സൂചന. നോട്ട് അസാധുവാക്കലിന് ശേഷം ബാങ്ക് നിക്ഷേപത്തിലുണ്ടായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 15%-ലധികം വർധനവ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവൻ 21,160 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.